രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. സജ്ജനങ്ങളെ, അധ്യാത്മരാമായണത്തിൽ ബാലകാണ്ഡത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്ന് വിശ്വാമിത്രൻ്റെ യാഗരക്ഷയാണ്. അയോധ്യയിൽ രാമലക്ഷ്മണന്മാരെ കണ്ട് അവരെ കൂട്ടി സിദ്ധാശ്രമ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പുറപ്പാടാണ് വിശ്വാമിത്രൻ ആഗ്രഹിക്കുന്നത്. വിശ്വാമിത്രൻ്റെ ഈ യാത്രയിൽ തന്നെ വലിയൊരു പദ്ധതി ഒളിഞ്ഞിരിപ്പുണ്ട്. വരാൻ പോകുന്ന കാലത്തിന് വേണ്ടി രാമനെ ഒരുക്കിയെടുക്കുക എന്നുള്ള വലിയ ദൗത്യം വിശ്വാമിത്രൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യ പൂർണ്ണമായിട്ടില്ലാത്ത രാമലക്ഷ്മണന്മാരെ അസ്ത്രശസ്ത്ര നിപുണന്മാരാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു യാത്രയാണ് നാം ഇവിടെ കാണുന്നത്. ആ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് താടകാവധമാണ്. താടക ഒരു പ്രതീകം കൂടിയാണ്. നമ്മിലെല്ലാമുള്ള, നാം അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന തിന്മയുടെ, അഹങ്കാരത്തിൻ്റെ ഒക്കെ പ്രതീകം. താടകയെ ഇല്ലാതാക്കാതെ ഈ ലോകത്ത് സമാധാനത്തോടു കൂടിയുള്ളൊരു ജീവിതം സാധ്യമല്ല. അത് രാമായണം വ്യക്തമാക്കുന്നുണ്ട്. താടകാവനം പ്രാപിച്ചിടിനോരനന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ, രാഘവ സത്യപരാക്രമവാരിധേ രാമ, പോകുമാറിൽ ഈ വഴിയാരുമേയിതു കാലം, കാടിതു കണ്ടായോ നീ കാമരൂപിണിയായ താടക, ഭയങ്കരി വാണിടും ദേശമല്ലോ, അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല, ഭുവനവാസീ ജനം ഭുവനേശ്വരാ പോറ്റി. അങ്ങനെ ഭയങ്കര രൂപിണിയായിരിക്കുന്ന താടക കാട്ടിൽ സർവർക്കും ഭീതി വിതച്ചുകൊണ്ട് കഴിയുകയാണ്. ആ താടകയെ ഇല്ലാതാക്കണം എന്നുള്ള ആദ്യത്തെ നിർദ്ദേശം വിശ്വാമിത്രൻ രാമന് കൊടുക്കുകയാണ്. കൊല്ലണമവളെ നീ വല്ല ജാതിയും അതിനില്ലൊരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ, മെല്ലവേയൊന്നു ചെറുഞാണൊലി ചെയ്തു രാമനെല്ലാ ലോകവുമൊന്നു വിറച്ചിതതു നേരം. ചെറുഞാണൊലി കേട്ടു കോപിച്ചു നിശാചരി പെരികേ വേഗത്തോടു മടുത്തു ഭക്ഷിപ്പാനായി. അന്നേരമൊരു ശരമയച്ചു രാഘവനും ചെന്നു താടകാമാറിൽ കൊണ്ടിതു രാമബാണം. പാരതിൽ മലചിറകറ്റു വീണതുപോലെ ഘോരരൂപിണിയായ താടക വീണാളല്ലോ. എന്തൊരു വർണ്ണനയാണിത്! ആ മഹാരൂപമായിരിക്കുന്ന താടക രാമബാണമേറ്റ് ഭൂമിയിൽ വീണ് കിടക്കുകയാണ്. സ്വർണരത്നാഭരണഭൂഷിതഗാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു. ശാപത്താൽ നക്തഞ്ചരിയായൊരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയാ. കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയെല്ലാം ആശു രാഘവൻ ഉപദേശിച്ചു സലക്ഷ്മണം. നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനനെ തത്ര വസിച്ചു കാമാശ്രമേ. രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്തു യാത്രയും തുടങ്ങിനാരാസ്തയാ പുലർകാലെ. പുക്കിതു സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനിമുഖ്യന്മാരെതിരേറ്റു വന്ദിച്ചാരതു നേരം. രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമമുൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്താർ. വിശ്രമിച്ചനന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തു. താപസോത്തമ ഭവാൻ ദീക്ഷിക്കയാഗമിനി താപം കൂടാതെ
രക്ഷിച്ചിടുവനേതു ചെയ്തും ദുഷ്ടരാം നിശാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവൻ ബാണം കൊണ്ടു ഞാൻ തപോനിധേ. യാഗവും ദീക്ഷിച്ചിതു കൗശികനതു കാലമാഗമിച്ചിതു നക്തഞ്ചരന്മാർ പടയോടും മധ്യാഹ്നകാലേ മേൽഭാഗത്തിങ്കൽ നിന്നു തത്ര രക്തവൃഷ്ടിയും തുടങ്ങിയിടിനാരതു നേരം പാരാതെ 2 ശരം തൊടുത്തു രാമദേവൻ മാരീച സുബാഹു വീരന്മാരെ പ്രയോഗിച്ചാൻ കുന്നിതു സുബാഹുവാമവനെയൊരു ശരമന്നേരം മാരീചനും ഭീതി പൂണ്ടോടിയിടിനാൻ. ചെന്നിതു രാമബാണം പിന്നാലെ കൂടെ കൂടെ ഖിന്നനായേറിയൊരു യോജന പാഞ്ഞാനവൻ അർണവം തന്നിൽ ചെന്നു വീണിതു മാരീചനും അന്നേരമവിടെയും ചെന്നിതു ദഹിപ്പാനായി. രാമബാണത്തിൽ നിന്ന് രക്ഷ അത്ര എളുപ്പമല്ല. എല്ലാ തിന്മകൾക്കുമെതിരെ അതിശക്തമായ ഒരായുധമാണ് രാമബാണം. അതിൽ നിന്നു രക്ഷ നേടാനുള്ള മാരീച സുബാഹുക്കളുടെ ശ്രമം ഒരു തരത്തിലും വിജയിക്കുന്നില്ല. അർണവം തന്നിൽ ചെന്നു വീണിതു മാരീചനും അന്നേരം അവിടെയും ചെന്നിതു ദഹിപ്പാനായി. പിന്നെ മറ്റെങ്ങും ഒരു ശരണമില്ലാഞ്ഞവൻ എന്നെ രക്ഷിക്കണമെന്ന ഭയം പൂണ്ടിയിടിനാൻ. ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു പാഠം ഇവിടെയുണ്ട്. ഈശ്വരൻ്റെ മുന്നിൽ എല്ലാ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് ശരണാഗതിയടയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കരുണാനിധിയായ ഈശ്വരൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകുമെന്നുള്ളത്. ഇവിടെ മാരീചൻ രാമൻ്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ഭക്തവത്സരനായ രാമൻ മാരീചന് അഭയം നൽകുകയാണ്. ഭക്തവത്സലൻ അഭയം കൊടുത്തതുമൂലം ഭക്തനായി വന്നാനന്നു തുടങ്ങി മാരീചനും പറ്റലർ കുലകാലനാക്കിയ സൗമിത്രിയും മറ്റുള്ള പടയെല്ലാം കൊന്നിതു ശരങ്ങളാൽ. ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തിതു സന്തോഷത്താൽ. ദേവദുന്ദുഭികളും ഘോഷിച്ചിതതു നേരം യക്ഷകിന്നര സിദ്ധചാരണഗന്ധർവന്മാർ തൽക്ഷണേ കൂപ്പിസ്തുതിച്ചേറ്റവും ആനന്ദിച്ചാർ. വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടു പുണർന്നശ്രുപൂർണാദ്രാകുല നേത്രപത്മങ്ങളോടും ഉത്സംഗേ ചേർത്തു പാരമാശീർവാദവും ചെയ്തു വത്സന്മാരെയും ഭുജിപ്പിച്ചിതു വാത്സല്യത്താൽ. 3 ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗശികൻ അവരുമായി. അരുൾ ചെയ്തിതു 4-ാം ദിവസം പിന്നെ മുനി അരുതു വൃഥാ കാലം കളകെന്നുള്ളതേതും. ജനകമഹീപതി തന്നെ മഹായജ്ഞമിനി വൈകാതെ കാൺമാൻ പോക നാം വത്സന്മാരെ. ചൊല്ലേഴും ത്രയ്യംബകമാകിന മാഹേശ്വരവില്ലുണ്ടു വിദേഹരാജ്യത്തിങ്കലിരിക്കുന്നു. ശ്രീ മഹാദേവൻ തന്നെ വെച്ചിരിക്കുന്നു. പുരാഭൂമി പാലേന്ദ്രന്മാരാൽ അർച്ചിതമനുദിനം ക്ഷോണീപാലേന്ദ്ര കുലജാതനാകിയ ഭവാൻ കാണണം മഹാസത്വമാകിയ ധനുരത്നം. താപസേന്ദ്രന്മാരോടും ഈ വണ്ണം അരുൾ ചെയ്തു. ഭൂപതി ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം. തത്ര ശോഭ പൂണ്ടൊരു പുണ്യദേശമാനന്ദപ്രദം. ദിവ്യപാദബലതാകുസുമഫലങ്ങളാൽ സർവമോഹനകരം ജന്തു സഞ്ജയഹീനം. കണ്ടു കൗതുകം പൂണ്ടു വിശ്വാമിത്രനെ നോക്കി പുണ്ടരീകേക്ഷണനും ഈ വണ്ണമരുൾ ചെയ്തു. ഇനി പോയേണ്ടുന്നത് ത്രയംബകമാകുന്ന വില്ലൊടിക്കാൻ സീതയെ വരിക്കാനുള്ള യാത്രയാണ്. ആ യാത്രാമധ്യയാണ് വിശ്വാമിത്രനോട് രാമൻ ചോദിക്കുന്നത്. മനോഹരമായ ഒരു ആശ്രമ സന്നിധിയിലെത്തിയപ്പോൾ ഇതാരുടെ ആശ്രമമാണ്, എത്ര സുന്ദരമാണ് ഈ പ്രദേശം എന്ന് ചോദിച്ചപ്പോൾ വിശ്വാമിത്രൻ മറുപടി പറയുകയാണ്. കേട്ടാലും
പുരാവൃത്തമെങ്കിലോ കുമാരനീ വാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമമുനി ഗംഗാരോദസി നല്ലോരാശ്രമത്തിങ്കലത്ര മംഗലം വർദ്ധിച്ചിടും തപസാ വാഴും കാലം ലോകേശൻ നിജസുതയായുള്ളൂരഹല്യയാം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമമുനീന്ദ്രനു കൊടുത്തു വിധാതാവും കൗതുകം പൂണ്ടു ഭാര്യാഭർത്താക്കന്മാരായവർ ഭർത്തു ശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു ഗൗതമമുനീന്ദ്രനും തന്നെ പത്നിയായോരഹല്യയോടും ചേർന്നു പർണശാലയിലത്ര വസിച്ചു ചിരകാലം. വിശ്വമോഹിനിയായോരഹല്യാരൂപം കണ്ടു ദുശ്യവനനും കുസുമായുധവശനായാൻ ചെന്തുണ്ടി വായ്മലരും പന്തൊക്കും മുലകളും ചന്തമേറിയിടും തുടക്കാമ്പും ആസ്വദിപ്പതിനെന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമകൻ ചെന്താർ ബാണാർത്തി കൊണ്ടു സന്താപം മുഴുക്കയൽ. സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രീരൂപം ചിന്തിച്ചനങ്കാന്ധനായി വന്നാനല്ലോ അന്തരാത്മനി വിബുധേന്ദ്രനും അതിനിപ്പോൾ അന്തരം വരാതെയൊരന്തരമെന്തെന്നോർത്തു ലോകേശാത്മജസുതനന്ദനനുടെ രൂപം നാഗനായകൻ കൈക്കൊണ്ടന്ത്യയാമാദിയിങ്കൽ സന്ധ്യാവന്ദനത്തിന് ഗൗതമൻ പോയ നേരം അന്തരാപുക്കാനുടജാന്തരേ പരവശാൽ സുത്രാമാവഹല്യയെ പ്രാപിച്ചു സസംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രൻ തന്നുദയമൊട്ടടുത്തിയിലെന്നു കണ്ടു ബദ്ധസന്ദേഹം ചെന്ന നേരത്ത് കാണായി വന്നു. വൃത്രാരാധിക്കു മുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ വിത്രസ്ഥനായെത്രയും വേപതു പൂണ്ടു നിന്നാൻ തന്നെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതികോപം കൈക്കൊണ്ടു മുനീന്ദ്രനും നില്ലാരാകുന്നതെന്തിതു ദുഷ്ടാത്മാവേ ചൊല്ലെന്നോടു നീ എല്ലാമേ പരമാർത്ഥം. ഗൗതമ മുനി സന്ധ്യാവന്ദനത്തിന് പോയ നേരം ഇന്ദ്രൻ വേഷം മാറി വന്ന് അഹല്യയെ പ്രാപിക്കുകയാണ്. ഇത് വലിയ തെറ്റാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ലൗകിക ജീവിതത്തിൽ നാം കാണുന്ന പലപ്പോഴും കേട്ടറിയുന്ന വാർത്തകൾ തന്നെയാണ്. മനുഷ്യജീവിതത്തിൽ ഇത്തരം തെറ്റുകൾക്കുള്ള ശിക്ഷ എന്താണെന്ന് വളരെ വ്യക്തമായി ആദികാവ്യം നമ്മോട് പറയുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും വഴിപിഴക്കാൻ പാടില്ലാത്ത ധർമ്മങ്ങളിലൊന്നാണ് ഇത് എന്ന് നാം ധരിച്ചിരിക്കണം. ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടുമുള്ള വിശ്വാസം അതെപ്പോഴും കാത്തു സൂക്ഷിക്കാൻ ഭാര്യാഭർത്താക്കന്മാർ പ്രതിജ്ഞാബദ്ധരായിരിക്കണം. ആ നിയമം തെറ്റിച്ചാൽ അതിനുള്ള ശിക്ഷ വളരെ വലുതാണെന്ന് രാമായണം പറയുന്നു. നിർലജ്ജനായ ഭവാനേതൊരു മഹാപാപി സത്യമെന്നോടു ചൊല്ലിയിടറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയായിൽ ഭസ്മമാക്കുവനിപ്പോൾ. ചൊല്ലിനാൻ അതുനേരം താപസേന്ദ്രനെ നോക്കി സ്വർലോകാധിപനായ കാമകിങ്കരനാം വല്ലായ്മയെല്ലാം അകപ്പെട്ടിതു മൂഢത്വം കൊണ്ടെല്ലാം നിന്തിരുവടി പൊറുത്തുകൊള്ളേണമേ. തെറ്റിന് ശിക്ഷ നേടിയേ പറ്റൂ. അതിനൊരു വിധത്തിലും മാപ്പില്ല. മാപ്പർഹിക്കാത്ത ശിക്ഷയാണ് ഇവിടെ വിധിക്കുന്നത് ഗൗതമ മുനി. സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മഫലമെല്ലാം തപസ്വീശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ചാൻ ശ്രമമകം ബുക്കപ്പോൾ അഹല്യയും. തപസ്വീശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ചാശ്രമമകം പുക്കപ്പോൾ അഹല്യയും വേപതു പൂണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു. താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചാരേ ദുഷ്ടമാനസേ തവ സാമർഥ്യം നന്നുപാരം. ദുഷ്കൃതമുടുങ്ങുവാനിന്നിതു ചൊല്ലിയിടുവൻ നിഷ്കൃതിയായുള്ളോരു ദുസ്തര മഹാവ്രതം കാമകിങ്കരേ
ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ഭജിച്ചിവിടെ വസിക്കണം. നീഹാരാതപവായുവർഷാദികളും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം നാനാ ജന്തുക്കളൊന്നും ഇവിടെയുണ്ടായി വരാ. കാനനദേശേ മദീയാശ്രമേ മനോഹരേ. ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളും രാമദേവനും അനുജനും ശ്രീരാമപാദാംഭോജ സ്പർശമുണ്ടായിടും നാൾ തീരും നിൻ ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും. ശ്രീരാമ പാദാംഭോജ സ്പർശമുണ്ടായിടും നാൾ തീരും നിൻ ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും. ശാപവും ശാപമോക്ഷവും ഗൗതമൻ നൽകുകയാണ്. തൻ്റെ പത്നിയായ അഹല്യയ്ക്ക് ശാപമോക്ഷം നൽകുകയാണ്. 14 സംവത്സരം ഇങ്ങനെ ആഹാരം ഇല്ലാതെ വെള്ളം കുടിക്കാനില്ലാതെ ശിലാരൂപവും ധരിച്ചുകൊണ്ട് ഇവിടെ കഴിയണം. കല്ലായിപ്പോയി എന്നുള്ളതല്ല, കല്ലുപോലുള്ള മനസ്സ്, ഒന്നിനെയും സ്വീകരിക്കാൻ കഴിയാതെ, ഒന്നിനോടും പ്രതികരിക്കാൻ കഴിയാതെ, ജീവനില്ല എന്നതുപോലെയുള്ളൊരവസ്ഥയിലേക്ക് തൻ്റെ പത്നിയെ ശപിച്ച് മാറുകയാണ് ഗൗതമൻ. പക്ഷേ ശാപമോക്ഷമായിട്ട് രാമൻ്റെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ട് അഹല്യ ഇവിടെ കഴിയുകയാണ്. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞാൽ ഭഗവാന്റെ പാദസ്പർശമേൽക്കുന്ന സമയത്ത് തന്നെ മോക്ഷമുണ്ടാവും എന്നുള്ള ഒരു ഉറപ്പ് കൂടി രാമായണം തരികയാണ്. രാമപാദസ്പർശമേറ്റതോടുകൂടി അഹല്യയ്ക്ക് മോക്ഷം ലഭിക്കുകയാണ്. മോക്ഷം നേടിയ അഹല്യ രാമനെ വാഴ്ത്തി സ്തുതിക്കുകയാണ്. ജ്ഞാനഹോ കൃതാർത്ഥയായേൻ ജഗന്നാഥ, നിന്നെ കാണായി വന്നതു മൂലമത്രയുമല്ല ചൊല്ലാം. പത്മജരുദ്രാദികളാൽ അപേക്ഷിതം പാദപത്മസംലഗ്നപാം സുലേശമിന്നെനിക്കല്ലോ. സിദ്ധിച്ചു ഭവൽ പ്രസാദാതിരേകത്താലതിന്നെത്തുമോ ബഹുകൽപ്പകാലമാരാധിച്ചാലും. ചിത്രമെത്രയും തവ ചേഷ്ടിതം ജഗൽപതേ, മർത്യഭാവേന വിമോഹിപ്പിച്ചിടുന്നിദേവം. ആനന്ദമയനായോരതിമായികൻ പൂർണ്ണൻ ന്യൂനാതിരേക ശൂന്യൻ അചരനല്ലോ ഭവൻ. ത്വൽപാദാംബുജ പാം സുപവിത്ര ഭഗീരഥി, സർപ്പഭൂഷണ വിരിഞ്ചാദികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും ത്വൽപ്രഭാവത്താലല്ലോ. സിദ്ധിച്ചേനല്ലോ ഞാനും ത്വൽപാദസ്പർശമിപ്പോൾ. പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു വൈകുണ്ഠ തൽകുണ്ഠാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണു. മർത്യനായി അവതരിച്ചോരു പുരുഷം ദേവം, ചിത്തമോഹനം രമണീയദേഹിനം രാമം. ശുദ്ധമത്ഭുതവീര്യം സുന്ദരം ധനുർധരം, തത്വമദ്വയം സത്യസന്ധമാദ്യന്തഹീനം. നിത്യമൗവ്യയം ഭജിച്ചിടുന്നേനിനി നിത്യം, ഭക്തിയൈവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല. യാതൊരു പാദാംബുജമാരായും നിതുവേദം, യാതൊരു നാഭിതന്നിലുണ്ടായി വിരിഞ്ചനും. യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ, ചേതസാ തൽ സ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേ. എല്ലാം രാമൻ തന്നെയാണ്. പരമേശ്വരനും മഹാവിഷ്ണുവും ബ്രഹ്മാവും ഒക്കെ രാമനാണ് എന്നുള്ള സത്യം നമ്മളിവിടെ തിരിച്ചറിയാം. അഹല്യ അങ്ങനെയാണ് രാമനെ അഭിസംബോധന ചെയ്യുന്നത്. നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും, ഭാരതീരമണനും ഭാരതീദേവിതാനും, ബ്രഹ്മലോകത്തിങ്കൽ നിന്നന്വഹം കീർത്തിക്കുന്നു കൽമഷഹരം രാമചരിതം രസായനം. കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേ. ആദ്യനദ്വൻ ഏകൻ അവ്യക്തൻ അനാകുലൻ, വേദ്യനല്ലാരാലുമെന്നാലും വേദാന്തവേദ്യൻ, പരമൻ പരാപരൻ പരമാത്മാവൂ പരൻ, പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ. പുരുഷൻ പുരാതനൻ കേവല സ്വയം ജ്യോതി,
സകല ചരാചര ഗുരു കാരുണ്യമൂർത്തി ഭുവന മനോഹരമായൊരു രൂപം പൂണ്ടു ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്ത്യാ ജപിച്ചിടുന്നേൻ മനസ്സി ഞാൻ. സ്വതന്ത്രൻ പരിപൂർണനാനന്ദൻ ആത്മാരാമനതന്ത്രൻ നിജമായാ ഗുണബിംബിതനായി ജഗതുൽഭവസ്ഥിതി സംഹാരാദികൾ ചെയ്യുവാൻ അഖണ്ഡൻ ബ്രഹ്മവിഷ്ണുരുദ്രനാമങ്ങൾ പൂണ്ടു ഭേദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി വേദാന്തവേദ്യൻ മമ ചേതസി വസിക്കേണം. രാമരാഘവ പാദപങ്കജം നമോസ്തുതേ. ശ്രീമയം ശ്രീദേവി പാണിദ്വയ പത്മാർച്ചിതം മാനഹീനന്മാരാം ദിവ്യന്മാരാൽ അനുധ്യേയം. മാനാർത്ഥം മൂന്നിലകമാക്രാന്ത ജഗത്രയം. ബ്രഹ്മാവിൻ കരങ്ങളാൽ ക്ഷാളിതം പത്മോപമം നിർമ്മലം ശംഖചക്രകുലിശമത്സ്യാങ്കിതം മന്മനോനികേതനം കൽമഷവിനാശനം നിർമ്മലാത്മാനാം പരമാസ്പദം നമോസ്തുതേ. ജഗദാശ്രയം ഭവാൻ ജഗത്തായതും ഭവാൻ ജഗദാമാദിഭൂതനായതും ഭവാനല്ലോ. സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ നിർവികാരാത്മാ സാക്ഷിഭൂതനായതും ഭവാൻ. അജൻ അവ്യയൻ ഭവാനജിതൻ നിരഞ്ജനൻ വചസാം വിഷയമല്ലാതൊരാനന്ദമല്ലോ. വാച്യവാചകോ ഭയഭേദേന ജഗന്മയൻ വാച്യനായി വരേണമേ വാക്കിനു സദാ മമ. കാര്യകാരണകർത്തൃ ഫലസാധനഭേദം മായയാ ബഹുവിധരൂപയാ തോന്നിക്കുന്നു. കേവലമെന്നാകിലും നിന്തിരുവടിയതു സേവകന്മാർക്കു പോലും അറിവാനരുതല്ലോ. ത്വന്മായാവിമോഹിത ചേതസാമജ്ഞാനിനാം ത്വന്മാഹാത്മ്യങ്ങൾ നേരെയറിഞ്ഞുകൂടായല്ലോ. മനസ്സേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ. പുറത്തുമകത്തുമെല്ലാടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യം നിന്തിരുവടിയല്ലോ. ശുദ്ധനദ്വയൻ സമൻ നിത്യൻ നിർമ്മലനേകൻ ബുദ്ധനവ്യക്തൻ ശാന്തൻ അസംഗൻ നിരാകാരൻ സത്വാദിഗുണയുത്ര യുക്തയാം ശക്തിയുക്തൻ സത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ. ഭക്താനാം മുക്തിപ്രദൻ യുക്താനാം യോഗപ്രദൻ സക്താനാം ഭുക്തിപ്രദൻ സിദ്ധാനാം സിദ്ധിപ്രദൻ തത്വാധാരാൻ ആത്മാദേവൻ സകല ജഗന്മയൻ തത്വജ്ഞൻ നിരുപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചഞ്ചലൻ നിർമ്മലൻ നിരാധാരൻ നിഷ്ക്രിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ സത്യജ്ഞാനാനന്ദാനന്ദാമൃതാത്മകൻ പരൻ സത്താമാത്രാത്മാ പരമാത്മാ സർവാത്മാ വിഭൂ. സച്ചിത് ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതനാദിനാഥൻ സർവദേവതാമയൻ നിന്തിരുവടിയായതെത്രയും മൂഢാത്മാവായ അന്ധനായുള്ളൂരു ഞാനെങ്ങനെ അറിയുന്നു. നിന്തിരുവടിയുടെ തത്വമെന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമ. എത്ര കുത്രാഭിവസിച്ചീടിലുമെല്ലാ നാളും പൊൽത്തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാകവേണം എന്നൊഴിഞ്ഞ പരം ഞാൻ അർത്ഥിച്ചിടുന്നേനില്ല. നമസ്തേ നമോ നമ. അഹല്യ ആകെ ഒരു കാര്യമാണ് രാമനോട് ആവശ്യപ്പെടുന്നത്. ഭഗവാനെ, എന്നിൽ അകമഴിഞ്ഞ ഭക്തി ജനിപ്പിച്ചു തരേണമേ. എനിക്ക് മറ്റൊരു ആഗ്രഹവുമില്ല. അകൈതവുമായ ഭക്തി എൻ്റെ ഉള്ളിൽ വളർത്തി തരേണമേ എന്ന പ്രാർത്ഥനയാണ് അഹല്യ രാമൻ. ഈ ഭാഗത്ത് നമുക്ക് ഇന്നത്തെ പാരായണം ഉപസംഹരിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.